കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ അതിന് ശേഷം അതേപോലെ ഭർത്താവിൻ്റെ കൂടെ ഒരു റൂമൊക്കെ ബുക്ക് ചെയ്ത് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. അതും വിദേശത്തും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. കല്യാണം കഴിഞ്ഞത് 1 മാസം കൊണ്ട് ഞാൻ കൺസീവായി. എന്താക്കാൻ എല്ലാം സടപടേന്നായിരുന്നു. അതുകൊണ്ട് ഏടെയും പോകാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഒരു ഹണിമൂൺ പോലും ഞങ്ങൾ പോയിട്ടില്ല. എന്താ അപ്പോൾ അത് റൂമോ ചന്തയോ അതൊക്കെ പെണ്ണിൻ്റെ പണിയായിട്ട് അതൊക്കെ വലിച്ചു വരിട്ടത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് ഹണിമൂൺ പോവാണ്. കുട്ടിക്കുണ്ടായതിന് ശേഷം ഇവളെ ഇട്ടിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എന്നാലും പോയല്ലേ പറ്റുള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ട് പോകുന്ന ഹണിമൂൺ ട്രിപ്പാണിത്. എല്ലാവരും ആദ്യമായിട്ട് തന്നെയല്ലേ ഹണിമൂണിന് പോവാ. എന്തായാലും അന്നേരം ആദ്യമായിട്ട് പോകുന്ന ഹണിമൂൺ ആയതുകൊണ്ട് തന്നെ ഒരുക്കം അങ്ങനെ കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ലതും തന്നെ ഒരുങ്ങി. ലാവൻഡർ കളറ് ഒരു കോഡ് സെറ്റാണ് ഞാൻ ഇടുന്നത്. രാത്രി 1 മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ്. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആവുകയാണ്. ഞങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആട്ടോ പോകുന്നത്. അപ്പോൾ ഹണിമൂൺ വിളിക്കാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞൂടാ. എന്തേലും ആട്ടോ, എന്തായാലും പോകാൻ പറ്റിയല്ലോ, അത് വലിയ കാര്യം. പെട്ടികളൊക്കെ കൈയൊക്കെ പൊക്കി നിൽക്കുന്നുണ്ട്. ഇതിൽ 3 പെട്ടി ഇഞ്ചതും 1 പെട്ടി ഓൻ്റെതും. അത് പിന്നെ അങ്ങനെ വരുള്ളൂ. അപ്പം ഞങ്ങൾ പോവുകയാണ്, എയർപോർട്ടിലേക്ക് പോകാമെന്ന്. ഇതാ അപ്പു അവിടെ കുഞ്ഞനെ ബൈ പറയാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടോ ദൂരെ നിൽക്കുക, ഞാൻ കുറച്ച് മാറി നിൽക്കുക. ഞാൻ കണ്ടാലോള് സമ്മതിക്കേ ഇല്ല. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഒരു പിതാവിൻ്റെ സ്നേഹം വലിയ നമ്മളവിടെ കാണുന്നത്. ഓന് ഉമ്മ കൊടുത്തിട്ട് മതിയാന്നില്ല. അങ്ങ് പോരിയടോ, പോവാൻ നേരമായി. ഞാളിപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അത് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ബാഗൊക്കെ അവിടെ ഏൽപ്പിക്കണം ഇനി. അങ്ങനെ ഫൈനലി ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഞാൻ കുഴപ്പമൊന്നുമില്ലാത്ത ഫ്ലൈറ്റ് തന്നെയാണ്. ഈ അടുത്തായിട്ട് കുറേ പ്ലെയിൻ ക്രാഷിൻ്റെ ഒക്കെ ന്യൂസൊക്കെ കേട്ടിട്ടാകും എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിൻഡോ സീറ്റ് തന്നെ കൈക്കലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാന്ന്. വെയിറ്റ് ഇതാ മൂവ് ചെയ്യുന്നു. ഇപ്പോൾ തിന്നാനായിട്ട് ഇവർ കുറേ സാധനങ്ങൾ കൊണ്ടു തന്നിട്ടുണ്ട്. വെള്ളം, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. സോൾട്ടഡ് ആൻഡ് റോസ്റ്റഡ് ആൽമണ്ട്സ്, പിന്നെ ഒരു ബണ്ണ്, പിന്നെ എന്തോ ഒരു സാധനം റൊട്ടി പോലെ എന്തോന്ന്. ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ തിന്നു, ഫുൾ കാലിയായി. പിന്നെ അത് കുറച്ച് കോൺ റൈസും ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഡെസേർട്ടും ഉണ്ടായിരുന്നു. പുഡിങ്, അത് നല്ല രസമുണ്ടായിരുന്നു പുഡിങ്. എന്ത് പുഡിങ്ങാണെന്ന് എനിക്കറിഞ്ഞു കേട്ടോ. നല്ല ടർബുലൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അത് നേരം വെളുത്ത്. അയ്യോ, ദേ സൂര്യനെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു അറിയാം. മേഘങ്ങളുടെ ഇടയിൽ എന്ത് രസമായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ സിംഗപ്പൂരെത്തി. സോറി, തെറ്റിദ്ധരിക്കരുത്, സിംഗപ്പൂരെത്തി. അടുത്ത എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട കുറേ ഇൻസ്റ്റലേഷൻ ആർട്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ആർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലത്തെ ഇൻസ്റ്റലേഷൻ ആർട്ടൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എക്സിബിഷനൊക്കെ കാണാനില്ല, അതുമാതിരി കുറേ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാൻ ഹോങ്കോങ്ങിലേക്കാണ് പോകുന്നത് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അങ്ങനെ വീണ്ടും ഫ്ലൈറ്റ് പിടിച്ചതാ ഞങ്ങൾ ഹോങ്കോങ്ങിലെത്തിയിരിക്കുകയാണ്. ഫ്രണ്ടിൽ തന്നെ ഒരു ഊക്കം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അവിടുന്ന് കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാനുള്ള റൂമിലേക്ക് പോവാന്ന്. ആദ്യം ഈ ടാക്സിക്കാരൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇറക്കി. പിന്നെയാണ് അയാൾ പറയുന്നത് അതല്ല സ്ഥലം, വേറെയാണ് സ്ഥലം എന്ന്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എത്തിയ സ്ഥലത്ത്. ചേച്ചി പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളൊന്നും മിണ്ടാൻ പോണ്ട. ഇനി ഞങ്ങൾ റൂമിൽ കയറാൻ പോവാന്ന്. അത്യാവശ്യം നല്ല റൂമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാവരും അപ്പുറത്തെ റൂമിലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ഒക്കെയാണ്. സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഈ സാധനങ്ങളൊക്കെ വെക്കാൻ ഇച്ചിരി സ്ഥലം വേണം. ഇനി ഇവിടുന്ന് ഉടനെ തന്നെ റെഡി ആയിട്ട് ഇനി ഒരു സ്പോട്ടിലേക്ക് പോകാനുണ്ട്. അപ്പം എൻ്റെ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം റെഡിയായി. ഞങ്ങൾ 2 ആളും ഏകദേശം മാച്ചിങ് ഒക്കെ തന്നെയാണ്. ആദ്യമായിട്ട് ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് നോക്കുമോ എല്ലാവരും, എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ? അപ്പോൾ ആദ്യം ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലം വിക്ടോറിയ പീക്കിലേക്കാണ്. ഒരു 15 മിനിറ്റ് കാറിൽ പോയതിനു ശേഷം ഞങ്ങൾ അവിടെ എത്തി. പിന്നെ അവിടുന്ന് കുറച്ചൊരു കയറ്റം കയറണം. കയറ്റം കയറിയാൽ നമ്മൾ മേലെ ആ പീക്കിൻ്റെ മുകളിലെത്തും. മുടിഞ്ഞ വിശപ്പം എന്തെങ്കിലും തിന്നാന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ, ഒരു സാധനം വായിക്കി വെക്കാൻ കൊള്ളുന്നില്ല കേട്ടോ. നമ്മൾ അടുത്ത ബർഗറൊന്നും അല്ല. ഇത് കണ്ടോ, പച്ച ഇറച്ചീൻ്റെ സ്വാദ്. മഗ്ഡിയൊക്കെയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഒന്നിനും കൊള്ളില്ല. ആരും ഒന്നും തിന്നില്ല. ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് മാത്രം തിന്ന്. ഇതിപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഫോട്ടോ സ്പോട്ട് ഉണ്ട്, അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. കണ്ടോ, എന്തോ ഒരു ഭംഗിയല്ല കാണാൻ. ഈ ഫോട്ടോ സ്പോട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഫുൾ ബിൽഡിങ്സ് ആണ്. ഏതാ ഈ തള്ള? ഞാൻ തന്നെയാണല്ലേ. അതെ, ഞാൻ തള്ള തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ ബാച്ചിലർ വൈബിലാണ് ഇരിക്കുന്നത്. മാറി നിൽക്കത്തല്ലേ ഉണ്ണിയേട്ടൻ ഫാസ്റ്റ്. എന്താ അറിയില്ല, ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ചൊറിച്ചിൽ. ഇനി നമ്മൾ ട്രാമിൽ കയറിയിട്ട് ഇത് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിലേക്കാണ് പോകുന്നത്, റിവേഴ്സ് പോവാന്ന്. ഇതാണ് ട്രാം. അടുത്തത് ഞങ്ങൾ പോയത് ചിംഷാസു, പറയാനും കിട്ടുന്നത് ചിംഷാസു ഫെറിയിലേക്കാണ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ വായിക്കി. ചിംഷാസു ശരിയാണോ? എന്തായാലും ഞാനത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ വീഡിയോ തീരും. ഇരുട്ടത്തിയ സിറ്റി കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ? ഫുൾ സിറ്റി ഇങ്ങനെ ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെ ക്രിസ്റ്റൽ സ്റ്റഡഡ് പോലെ ഉണ്ട്. ഈ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് നേരം മോന്തി വിശന്നിട്ട് ഫുഡ് തേടി അലയാണ് ഗൈസ്.
ഒരു സ്ഥലത്ത് തിന്നാൻ കിട്ടുമോ നോക്കാൻ വന്നതാണ്. എന്തോന്ന് എഴുതി വെച്ചിരിക്കുന്നത്, സിസിലിയൻ ബ്രൂയിസ്ഡ് ബീഫ്. കുറെ ഉണ്ടല്ലോ നീളത്തില്. പേരിന്റെ ചന്തം തന്നെയല്ലോ, ഒറ്റയൊന്നും വയൽ വെക്കാൻ കൊള്ളൂല. ഇപ്പോൾ ഈ മോളിന്റെ അങ്ങേപ്പുറത്ത് ഒരു തമിഴ് റെസ്റ്റോറൻ്റ് അല്ല, തമിഴരുടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ ഒരു പെൺകുട്ടി പറഞ്ഞു, അവിടെ അത് ഒരു ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കുകയാണ്. ചീ പിടിച്ച വില, വെള്ളത്തിന് പോലും വിലയാ. നോക്കി നോക്കാം, അവിടെ ഒന്ന് പോയി നോക്കാം. അപ്പൊ ഓൾറെഡി ലേറ്റ് ആയി. നോക്കുമ്പോ അയ്യ തമിഴരെ കടയൊക്കെ പൂട്ടീനു. അവസാനം ഇവിടെ തന്നെ രക്ഷയുള്ളൂ എന്ന് കണ്ടപ്പോ ഇവിടെ കയറി. ഇറ്റാലിയൻ എന്നൊക്കെ എഴുതിയെടുക്കണത്, കയറി നോക്കി അറിയാം. നോക്കി കണ്ട് നടക്ക് ചങ്ങായി, വിശന്നിട്ട് പാടില്ല. എനിക്കാണെങ്കിൽ ഇവിടുത്തെ നോൺ വെജ് ഒട്ടും പിടിക്കുന്നില്ല. വെജും പറയാണ്ട് അതിൻ്റെ അകത്ത് എന്ത് ഓയിലാണോ, ഫിഷ് ഓയിൽ എന്തോണെന്ന് ആഡ് ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ട് വെജിനും നോൺ വെജിൻ്റെ അതേ ചോയ. ആദ്യം ഓർഡർ ചെയ്തത് ചിക്കൻ സീസർ സാലഡാണ്. എന്നുവെച്ചാൽ പട്ടി തിന്നും ചിക്കൻ, ഞാൻ തിന്നൂല, വരുവാണെങ്കിൽ തിന്നോട്ടെ. പിന്നെ വാങ്ങിയത് ക്രീമി മഷ്റൂം പാസ്ത. അത് ഞാൻ പിന്നെ എന്തൊക്കെ വാരി വലിച്ച് തിന്നു. ഇത് പാസ്തവാ, പാസ്ത വിത്ത് മഷ്റൂം. പിന്നെ ഇതെന്താ, എന്തെക്കാ. പിന്നെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈയിട്ട് വാരി തിന്നു. പക്ഷെ ഞാൻ ഓരോ കൈവിട്ട് വരാൻ പോകാറില്ല, കാരണം അവർ നോൺ വെജ് ആണ്, ഞാൻ മാത്രം വെജ് കഴിക്കുന്നുള്ളൂ. ഇനി സെക്കൻഡ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യാം. ബൈ ഏട്ടാ, നമ്മൾ എവിടെയാ പോണ? ഇവിടെ കുറെ സാധനങ്ങളുണ്ട്, പക്ഷെ വായിക്കാൻ കൊള്ളില്ലൊന്നും.